തെറ്റ് ചെയ്യുന്ന മക്കളെ മാതാപിതാക്കൾ ശിക്ഷിക്കാറുണ്ട്. പക്ഷെ അത് എല്ലാ പരിധിയും ലംഘിച്ചാൽ ക്രൂരതയാണ്. 6 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകനെ ഒരമ്മ ശിക്ഷിച്ച വാർത്തയാണ് ലോകം ഇപ്പോൾ കേട്ട് ഞെട്ടുന്നത്. മകന്റെ കൈകൾ കസേരയിൽ കെട്ടിയിട്ട് വീട്ടിലെ വളർത്തുനായെ കടിപ്പിക്കുകയായിരുന്നു അമ്മ ചെയ്തത്. ക്രൂരത നടന്നത് US-ലാണ്. US-ലെ ഒഹിയോ സ്വദേശിനിയായ ആഞ്ചലിന വില്യംസ് എന്ന 28-കാരിയാണ് മകന് അതിക്രൂരമായ ശിക്ഷ നൽകിയത്. വളർത്തുനായയുടെ വിസർജ്യം വെറും കൈകൊണ്ടെടുക്കാൻ വിസമ്മതിച്ചെന്ന കാരണത്താലാണ് മകനോട് ഈ ക്രൂരത. പിറ്റ്ബുൾ നായയെ കൊണ്ടാണ് മകനെ ആക്രമിച്ചത്. കഴുത്തിനടക്കം ഗുരുതരമായി പരിക്കേറ്റ കുട്ടി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കസേരയിൽ കൈകൾ ബന്ധിപ്പിച്ചിരുന്ന കുട്ടിക്ക് നേരെ പിറ്റ്ബുൾ നായയെ വിട്ടാണ് അതിക്രമം. കുട്ടിയുടെ കഴുത്തിൽ കടിച്ചു വലിക്കുകയായിരുന്നു നായ. സംഭവത്തിൽ ആഞ്ചലിന വില്യംസ്, കാമുകൻ മാർവിൻ ബ്രൗൺ, ഇവരുടെ മറ്റൊരു ബന്ധുവായ റോബർട്ട് മിച്ചൽസ്കി എന്നിവർക്കെതിരെ കേസെടുത്തു. സ്വന്തം മകനെ തനിക്ക് എപ്പോഴും അതിക്രമിക്കാനുള്ള ഒരു പാവയെപ്പോലെയാണ് വില്യംസ് കരുതിയിരുന്നതെന്ന് വിചാരണയ്ക്കിടെ കോടതി കണ്ടെത്തി. കുട്ടിയുടെ കണ്ണിനു ചുറ്റും കഴുത്തിലുമേറ്റ മുറിവുകളുടെ ചിത്രങ്ങൾ കണ്ട് ജഡ്ജി പോലും അമ്പരന്നു. തട്ടിക്കൊണ്ടുപോകൽ, കുട്ടികളെ അപായപ്പെടുത്തൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ പ്രതി സമ്മതിച്ചതായും വിവരമുണ്ട്. 2024 ഓഗസ്റ്റ് മുതൽ വില്യംസ് പോലീസ് കസ്റ്റഡിയിലാണ്. ഈ കേസുകളുടെ വിചാരണയ്ക്കിടെയാണ് സ്വന്തം മക്കളോട് ഇവർ ചെയ്ത ക്രൂരതകൾ വെളിവാകുന്നത്. 6 വയസ്സുള്ള മകനെ മാത്രമല്ല 8 വയസ്സുള്ള മകളെയും വില്യംസ് ക്രൂരതയ്ക്കിരയാക്കിയിരുന്നു. കുട്ടികളെ കെട്ടിയിട്ട് മർദ്ദിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് തനിക്കറിയില്ലെന്ന വിചിത്രവാദവും വില്യംസ് വിചാരണയ്ക്കിടെ പറഞ്ഞെന്നും റിപ്പോർട്ടുണ്ട്. വിചാരണ നടപടികൾക്കിടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. പ്രതികളെല്ലാവരും ശിക്ഷാവിധി കാത്ത് ജയിലിൽ കഴിയുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.